റിയൽ എസ്റ്റേറ്റിലും റെനോവേഷനിലും ഏറെ താല്പര്യമുള്ള ട്രംപ് വൈറ്റ് ഹൗസിന്റെ മുകളിൽ തട്ടിൻ പുറത്ത് ട്രംപും ട്രംപിന്റെ ആർക്കിടെക്ചറും കൂടി നടക്കുകയാണ്. വൈറ്റ് ഹൗസിന് മുന്നിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിക്കുന്നു, അവിടെ എന്ത് പണിയാനാണ് നോക്കുന്നതെന്ന്. ട്രംപ് കൈകൊണ്ടാഗ്യം കാണിച്ചു. മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാവുന്നില്ല. ട്രംപ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനിവിടെ ന്യൂക്ലിയർ മിസൈൽ വെക്കേണ്ട സ്ഥലം നോക്കുകയാണെന്ന്. എന്ന രീതിയിൽ കളിയാക്കി ചിരിച്ചുകൊണ്ട് ട്രംപ് കടന്നുപോയി. ട്രംപിന്റെ കയ്യിലെ സ്വന്തം കാശ് കൊണ്ടാണ് വൈറ്റ് ഹൗസിലെ ചില റിനോവേഷൻ വർക്കുകൾ ഒക്കെ ചെയ്യുന്നത്. ശരിയാണ്, ട്രംപിന്റെ കയ്യിൽ പണമുണ്ട്. അതേപോലെ ട്രംപിന്റെ തലയിലും പണമാണ് ഭരിക്കുന്നത്. ലോകം ഭരിക്കുന്നത് പണമുള്ളവനും പണം കൊണ്ട് അധികാരം നേടുന്നവനുമാണ്. എന്നാൽ പണവും അധികാരവും അമേരിക്കയ്ക്ക് മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. ട്രംപിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്രാജ്യത്വത്തിന്റെ മുഖമാണ്. എന്നാൽ ഇന്നത്തെ ലോകം യൂണിപോളാറും ബൈപോളാറും കടന്ന് മൾട്ടിപോളാർ യുഗത്തിലേക്ക് കടന്നിരിക്കുന്നു. ട്രംപും ട്രംപിന്റെ പാശ്ചാത്യ ശക്തികളും അക്കാര്യം മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഭൂമിയിൽ മറ്റൊരു യുദ്ധത്തിന്റെ തുടക്കമാണ് ഈ കാണുന്നതൊക്കെ എന്ന് പറയുമ്പോഴും ലോകത്തിൽ യുദ്ധം എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. പണ്ട് നമ്മളൊക്കെ ശീതയുദ്ധകാലത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അത് ആയുധങ്ങൾ കൊണ്ടായിരുന്നില്ല. അന്ന് റഷ്യയും അമേരിക്കയും ചേർന്ന് ഒരു ബൈപോളാർ വേൾഡ് സൃഷ്ടിച്ചെടുത്തു. പിന്നീട് അങ്ങോട്ട് റഷ്യയെ പിന്തള്ളി അമേരിക്ക ഒരു വമ്പൻ നമ്പർ വൺ ശക്തിയായി മാറി. അന്നത്തെ കാലഘട്ടത്തിന്, അന്നത്തെ ലോകക്രമത്തിന് അങ്ങനെ അമേരിക്കയെ ആഗോള ശക്തിയായി വേണമായിരുന്നു. ഇന്ന് കാലങ്ങൾ മാറി, ജിയോ പൊളിറ്റിക്സ് മാറി, പ്രശ്നങ്ങളും സാഹചര്യങ്ങളും മാറി. അന്നുണ്ടായ ലോകക്രമം ഇന്നുണ്ടാകണമെന്ന് ഒരു രാജ്യവും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഓരോ രാജ്യത്തിനും അവരുടേതായ രാജ്യത്തിന്റെ താല്പര്യമാണ് വലുത്. പണ്ടത്തെ പോലെ അമേരിക്ക മാത്രം വാഴുന്ന യൂണിപോളർ വേൾഡ് ഓർഡർ ഇന്ന് ഒരു രാജ്യവും അതുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല. പണ്ടത്തെ കാലമല്ല അമേരിക്ക പറയുന്നതും കേട്ട് മിണ്ടാതിരിക്കാൻ. വ്യാപാര യുദ്ധത്തിലൂടെ നമുക്കിവിടെ കാണാനാകുന്നത് രണ്ട് പ്രധാന ആശയങ്ങൾക്കിടയിലുള്ള യുദ്ധമാണ്. നല്ല അസല് വമ്പൻ യുദ്ധം. അമേരിക്ക മാത്രമുള്ള, അമേരിക്ക മാത്രം സംസാരിക്കുന്ന ഒരു യൂണിപോളർ ലോകക്രമവും അപ്പുറത്ത് ഇന്ത്യ പോലെ എല്ലാ രാജ്യങ്ങളും തുല്യരാണെന്ന് പറയുന്ന മൾട്ടിപോളർ ലോകക്രമവും. ഈ രണ്ടാശയങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വ്യാപാര യുദ്ധം ഒരു കാരണമായി തീർന്നു എന്ന് മാത്രം. ട്രംപ് നല്ലൊരു ബിസിനസ്സുകാരനാണ്, അത് ഓക്കെ. എന്നാൽ ട്രംപിന്റെ ബിസിനസ് ബുദ്ധി രാഷ്ട്രീയമാക്കി മാറ്റി തീർത്താൽ എന്തുണ്ടാകും എന്നത് വളരെ വ്യക്തമാണ്. ഇന്ത്യ മാത്രം അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്നു, അമേരിക്കക്ക് ഇന്ത്യയിൽ ബിസിനസ് ഇല്ല എന്ന ട്രംപിന്റെ ഈഗോ ആണ് വ്യാപാര യുദ്ധത്തിന് കാരണം. ട്രംപ് വിചാരിച്ച പോലെ ഇന്ത്യൻ വിപണിയിലേക്ക് ട്രംപിന് ഇടിച്ചു കയറാൻ പറ്റിയില്ല. ട്രംപും ട്രംപിന്റെ നാറ്റോ കൂട്ടാളികൾക്കും റഷ്യയിൽ നിന്നും എന്തും വാങ്ങാം. ഇന്ത്യ വാങ്ങിയാൽ കുഴപ്പം. ഈ പറയുന്ന ചൈന വാങ്ങുന്നുണ്ടല്ലോ, അതെന്താ അമേരിക്കക്ക് കണ്ണില്ലേ? എന്നാൽ കേട്ടോ, റഷ്യയുടെ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യം ചൈനയാണ്. അവിടെ ഇന്ത്യ രണ്ടാം നിരയിൽ മാത്രം. അമേരിക്കയുടെ ആജന്മ ശത്രുവായ ചൈനക്ക് 90 ദിവസത്തേക്ക് തീരുവളവ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇന്ത്യക്ക് 25% തീരുവ. റഷ്യയുടേന്ന് എണ്ണ എടുക്കുന്നതിനുള്ള ഉപരോധപ്പിഴ എല്ലാം കൂടി 100% കടക്കും. അത് കലക്കി. ഇതിനെയാണ് നമ്മുടെ മോദി അടക്കം US-ന്റെ ഇരട്ടത്താപ്പെന്ന് US-നെ വിമർശിച്ചത്. ഇതുകൊണ്ടും തീർന്നില്ല. US റഷ്യയുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന ഓയിലിന്റെ കണക്കെടുത്തപ്പോ ഇന്ത്യയും എടുത്തു അമേരിക്കയുടെ കണക്ക്. ഈ പറയുന്ന അമേരിക്ക പോലും റഷ്യയുടെ നിന്ന് പലേഡിയം മുതലായ അപൂർവ മൂലങ്ങളും മറ്റും വാങ്ങി വരുന്നുണ്ട്. അതിന് ഒരു കുഴപ്പവുമില്ല. പിന്നെ വരുന്നുണ്ട് പുറകെ അമേരിക്കയുടെ കുറെ നാറ്റോ ശിഷ്യന്മാരുണ്ടല്ലോ, അവരും റഷ്യയുടെ തന്നെയല്ലേ എണ്ണ വാങ്ങുന്നത്. യൂറോപ്പിലൊക്കെ ഒരു വിന്റർ സീസൺ അങ്ങ് വന്നാൽ റഷ്യയുടെ എണ്ണയില്ലാതെ യൂറോപ്പിലൊന്ന് കിടന്നുറങ്ങാൻ പറ്റോ? ഇതിനെയാണ് ഇന്ത്യ US-ന്റെയും യൂറോപ്പിന്റെയും ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞ് വിമർശിച്ചത്. പറഞ്ഞു വരുമ്പോൾ ഇന്ത്യ ചെയ്താൽ കുറ്റമാകും, പുട്ടിന്റെ വാർ മെഷീന് ഫണ്ടിങ് ആവും, യുക്രൈനിലെ നിരപരാധികളെ കൊന്നൊടുക്കുന്നതിന് കാരണക്കാരാകും. ഒന്ന് ചോദിക്കട്ടെ ട്രംപേ, ഈ പറയുന്ന ചൈന വാങ്ങിയാൽ കുഴപ്പമില്ല. നിങ്ങൾ ഓർക്കണം, റഷ്യയുടെ എണ്ണ വാങ്ങുന്ന നമ്പർ 1 രാജ്യമാണ് ചൈന. അത് US-ന് സാരമില്ല. യൂറോപ്പ് വാങ്ങുന്നത് കുഴപ്പമില്ല. അതുപോട്ടെ, യൂറോപ്പ്
പിന്നെ പുട്ടിന്റെ വാർ മെഷീനിൽ പെയിന്റ് ആണല്ലോ അടിക്കുന്നത്. ആ നിലക്കാണ് ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ എത്രത്തോളം വാങ്ങുന്നുണ്ടെന്ന് കണക്ക് എടുത്ത ട്രംപിന്റെ കഥയാണ് വളരെ രസകരമായത്. ഇന്ത്യയുടെ കണക്കെടുത്ത ട്രംപിന് അറിയില്ലത്രേ അമേരിക്ക റഷ്യയുടെ നിന്ന് മിനറൽസ് വാങ്ങുന്നത്. അത് സാരമില്ല, അമേരിക്കക്ക് ബോധമില്ലെന്ന് ഇന്ത്യ അങ്ങ് വിചാരിച്ചോളും. എന്നാൽ ഇന്ത്യയുടെ പറഞ്ഞ വാക്കിൽ നിന്നും ഒരു അണുവിടമാറാതെ ഉറച്ചു നിൽക്കും. ട്രംപ് ട്രേഡും പൊക്കി പിടിച്ചുകൊണ്ട് ഇന്ത്യയെ അനുസരിപ്പിക്കാൻ നോക്കിയാൽ അത് നടക്കില്ല. ഇന്ത്യ അമേരിക്കയുമായി ഇന്ത്യയുടെ അഭിമാനം പണയം വെച്ച് ഇന്ത്യക്ക് അങ്ങനെ ഒരു ഡീല് വേണ്ടെന്നേ. നാലാമത്തെ സാമ്പത്തിക ശക്തിയായി നിൽക്കുന്ന ഇന്ത്യക്ക് മൂന്നാമത്തെ സ്ഥാനത്തേക്ക് എത്താൻ ചിലപ്പോൾ 10 വർഷം അധികമെടുത്താലും ഇന്ത്യക്ക് ഇന്ത്യയുടെ കാർഷിക പാലുൽപാദന മേഖലയും വേണം, റഷ്യയിൽ നിന്ന് കിട്ടുന്ന ഓയിലും വേണം. ഇനി ഡീല് സംസാരിക്കാനാണെങ്കിൽ രണ്ടു കൂട്ടർക്കും ഗുണം കിട്ടുന്നത് പോലെ സംസാരിക്കാം. അല്ലാതെ ട്രംപിന് ഇന്ത്യ മലക്കെ തുറന്നിട്ട് കൊടുക്കണം, ട്രംപ് ഇടിച്ച് കയറാൻ പോവുകയാണെന്ന് കൊളോണിയൽ സാമ്രാജ്യത്തിന്റെ ശബ്ദവുമായി ഇന്ത്യയുടെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട. ട്രംപിന്റെ വിരട്ടൽ ഇന്ത്യയുടെ അടുത്ത് വിലപ്പോവില്ല എന്ന് ട്രംപിന് മനസ്സിലായി. ഇന്ത്യയുടെ ജയശങ്കറും രാജ്നാഥ് സിംഗും റഷ്യ സന്ദർശിക്കുകയാണ്. റഷ്യയുമായി ഇന്ത്യ ബന്ധം തുടരും. ഇനി റഷ്യ ഇന്ത്യ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കുമെന്ന് വഴിയെ കാണാം. അടുത്ത വീഡിയോയുമായി വരാം.